സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞ ദിവസം കഞ്ചാവ് കൈവശം വെച്ചതിൻ്റെ പേരിൽ നമ്മുടെ ടിനി ടോം എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ മകനെ പോലീസ് പിടിച്ചൊരു കാര്യം നമ്മൾ കണ്ടതാണല്ലോ, നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അതായത് ടിനി ടോമിൻ്റെ മകനെ പോലീസ് പിടിച്ചതിന് പിന്നാലെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ടിനി ടോമിനെയും ടിനി ടോമിൻ്റെ മകനെയും ടിനി ടോമിൻ്റെ ആശയങ്ങളെയും ഒക്കെ മെഴുകാനായിട്ടും അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനും ആയിട്ടൊക്കെ രംഗത്തേക്ക് വന്നത്. അതായത് ടിനി ടോമിൻ്റെ മകൻ വലിയ രീതിയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവനായിരുന്നു. ടിനി ടോമിൻ്റെ വലിയ പ്രഹസനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ വിട്ടു കഴിഞ്ഞാൽ മകൻ കഞ്ചാവിനും മറ്റ് ലഹരികൾക്കുമൊക്കെ അടിമയെ പോകുന്നുള്ളൊരു പേടി കൊണ്ടാണ് താൻ വിടാത്തതെന്നൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. ടിനി ടോമിന് അന്ന് തന്നെ ധ്യാൻ ശ്രീനിവാസൻ മറുപടി കൊടുത്തതാണ്. പിന്നീട് അതിനുശേഷം ഇതൊക്കെ വലിയ രീതിയിൽ മെഴുകിക്കൊണ്ട് ടിനി ടോമിൻ്റെ മകൻ ചെയ്തെന്തോ വലിയ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും വീഡിയോസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചാനലൊന്നും ആയിട്ടില്ല, എങ്കിലും ചുമ്മാ വീഡിയോ ടിനി ടോമിനെതിരെ ഇട്ടുകൊണ്ട് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ടിനി ടോമിൻ്റെ മകൻ പോയത് 3 കൂട്ടുകാർക്കൊപ്പമാണ് കേട്ടോ. ആ 3 കൂട്ടുകാരിൽ ഒന്നാമത്തെ പ്രതി കാർത്തിക് എന്ന് പറയുന്ന ഒരുവനാണ്. അവൻ്റെ പോക്കറ്റിൽ നിന്നാണ് പോലീസിന് 4 ഗ്രാം അടങ്ങുന്ന ഈ പറയുന്ന കഞ്ചാവിൻ്റെ ഒരു ശേഖരം കിട്ടിയത്. 4 ഗ്രാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു വിടാൻ പറ്റുന്ന കാര്യമാണ്. അതായത് 22-ാം തീയതി പിടിച്ചൊരു കേസാണെങ്കിലും അത് അറിയുന്നത് 26, 27 ആയപ്പോഴാണ് ന്യൂസുകളിൽ വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിനി ടോമിൻ്റെ മകൻ അവിടെയുണ്ട്. അതുകൊണ്ടാണ് അത് ന്യൂസുകളിലൊക്കെ ഇത്ര വലിയ രീതിയിലൊക്കെ കൊട്ടിഘോഷിച്ചത്. എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ മകനായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെ സാധാരണക്കാരൻ്റെ മകനായിരുന്നു ഈ ഒരു കാര്യം സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഇമാതിരി കൊട്ടിഘോഷിപ്പൊന്നും കാണത്തില്ല. വെറുതെ ആ ഒരു കേസും എഴുതി വിട്ടിട്ട് അവരങ്ങ് സാധനം വെറുതെ വിട്ടേനെ. പക്ഷെ ഇത് ടിനി ടോമിൻ്റെ മകനായതുകൊണ്ട് തന്നെ പോലീസിന് അതങ്ങോട്ട് കൊട്ടിഘോഷിക്കണം. അതിനൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ അതങ്ങോട്ട് ഹൈപ്പ് ഉണ്ടാക്കണം. അതുകൂടാതെ വീഡിയോസ് ചെയ്യാനായിട്ടിരിക്കുന്ന ഈ കുറച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന പാപ്പരാസികളുണ്ട്. അങ്ങനെയുള്ള പാപ്പരാസികൾക്ക് ഒരു എല്ലിൻ കഷ്ണം കിട്ടിയ ഒരു ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു ആക്രാന്തത്തോടു കൂടി അതിനെ കടന്നാക്രമിച്ചുകൊണ്ട് എടുത്ത് കടിച്ച് പിടിച്ച് കടിച്ച് കീറി വലിച്ചു കീറുന്ന ഒരു അവസ്ഥയുമായിരുന്നു ഉണ്ടായിരുന്നത്. ടിനി ടോമിൻ്റെ കുടുംബത്തിനെയും ടിനി ടോമിൻ്റെ ഫാമിലി മുഴുവനും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഇവന്മാർ വീഡിയോസ് ചെയ്തു. അപ്പോൾ ഇന്നലെ ടിനി ടോം ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ആ ഒരു പോസ്റ്റ് ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്യാം. അത് ടിനി ടോമിൻ്റെ മകൻ പഠിക്കുന്ന കോളേജിലെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ടിനി ടോം പങ്കുവച്ചിരിക്കുന്നത്. രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് സയൻസസ്. അതിൽ പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നീഷൻ. ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് മിസ്റ്റർ ആദം ഷെം, BA Animation and Graphics Design 2022-2025 secured A grade as accompanist in Western Vocal at MG University കലോത്സവം ഡസ്തക് 2025 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ടിനി ടോം ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നതിനോടൊപ്പം ടിനി ടോം ഇട്ടിരിക്കുന്നൊരു വാക്കുകളുണ്ട്. ഇതിങ്ങനെയാണ്: കൺഗ്രാജുലേഷൻസ് മൈ ഡിയർ സൺ ആദം ഫോർ യുവർ അച്ചീവ്മെൻറ്റ് ഇൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ആൻഡ് യു വിൽ ബി മൈ ഹീറോ ഓൾവേസ്. സങ്കീർത്തനം 91. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. മറ്റുള്ളവൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ. ഏതു കുരിശിനും 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. കാലം എല്ലാം തെളിയിക്കും. ഗോഡ് ബ്ലെസ്, നിൻ്റെ അപ്പനുണ്ടടാ കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിനി ടോം ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. നിൻ്റെ അപ്പനുണ്ടടാ മോനെ നിൻ്റെ കൂടെ എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയുന്നത്. അതായത് ആ മകനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ടിനി ടോം അവിടെ കണ്ടിരിക്കുന്നത്, അല്ലെ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും നിൻ്റെ ഒപ്പം നിൻ്റെ അപ്പനുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ ടിനി ടോം എടുത്ത് പറയുകയാണ്. ബൈബിൾ വചനത്തോടു കൂടിയാണ് മകന് പിന്തുണയുമായിട്ട് ടിനി ടോം വന്നത്. തൻ്റെ മകനെ ഒരുപാട് വേട്ടക്കാരന്മാർ വേട്ടയാടുന്നുണ്ടെന്നുള്ളത് നല്ല ബോധ്യമുണ്ടായിരുന്ന ടിനി ടോം അതിനെപ്പറ്റി തന്നെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ മകനെ എന്തുകൊണ്ട് വിടുന്നില്ല എന്നുള്ളത് നേരത്തെ പറയുകയുണ്ടായത്. അതിനെപ്പറ്റിയും വേട്ടയാടുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളാണ്. മകനെ എന്ത് ചെയ്യാൻ വിടണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളാണ്. അത് അദ്ദേഹം കൃത്യമായിട്ടുള്ള രീതിയിൽ വേണ്ട രീതിയിൽ തന്നെ ചെയ്യുന്നുമുണ്ട്. നല്ലൊരു അച്ഛനായിട്ടും മകന് നല്ലൊരു റോൾ മോഡലായിട്ടും ഒക്കെ അദ്ദേഹം നിൽക്കുന്ന പല വീഡിയോസ് നമ്മൾ കണ്ടാണ്. തൻ്റെ ഓരോ വാഹനങ്ങളുടെ ശേഖരം മകൻ്റെ ഒപ്പം നിന്നുകൊണ്ട്, അല്ലെ മകനെ കൊണ്ട് ആ വാഹനമൊക്കെ ഓടിപ്പിച്ചിട്ട് അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ടിനി ടോം എന്ന് പറയുന്നൊരു മനുഷ്യൻ കലാരംഗത്ത് നിന്ന് വളർന്നു വന്ന് മലയാള സിനിമയിലും ആങ്കറിങ്ങിലും അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റിലും എല്ലാം ഇരുന്നുകൊണ്ട് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കത്തി കയറിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമൊക്കെ എയറിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ, അത് വേറൊരു സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മകൻ ഇങ്ങനെ ഒരു തെറ്റിൽ പറ്റിപ്പോയി എന്നറിയുമ്പോൾ മകനെ ശകാരിച്ച് വീട്ടിൽ അടച്ചിടുക, അല്ലെ മകനെ കൊണ്ടുപോയി ലഹരിക്ക് അടിമയാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ സന്യാസത്തിലിരുത്തുക, അല്ലെ അവരെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന മാനസാന്തരപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അവർക്കൊരു ചേർത്ത് പിടിക്കലാണ് ആ സമയത്ത് ആവശ്യം. ജസ്റ്റ് അവരുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്യണം തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ ആ ഒരു തോന്നൽ അതില്ലാതാവണം എന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. വടിയോ അല്ലെങ്കിൽ അവർക്ക് തടവിലിട്ടാലോ ഇതൊന്നും മാറാൻ പോകുന്നില്ല. എന്താണ് അവർക്ക് വേണ്ടത്? ഒരു പരിഗണനയാണ്.
ഒരു സ്നേഹമാണ്. ആ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 തെറി പറയുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നൊരു കാര്യമുണ്ടാവും. എടാ മകനെ, ഇനി നീ ഇത് ചെയ്യരുത്, നിൻ്റെ അച്ഛൻ നിൻ്റെ കൂടെ ഉണ്ടാവും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാം. അങ്ങനെ പറയുമ്പോൾ അവനെ എടാ മറ്റേ മോനെ മറിച്ചേ മോനെ എന്നൊക്കെ വിളിക്കുന്നതിനേക്കാൾ, അവനെ തല്ലുന്നതിനേക്കാൾ, അവൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ, അവൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഈ ഒരു ചേർത്ത് പിടിക്കലിനുണ്ടാവും. അത് മനസ്സിലായ ഒരു മനുഷ്യൻ തന്നെയാണ് ടിനി ടോം. അയാൾ കലാജീവിതത്തിൽ മിമിക്രി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ തന്നെയാണ്. അത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അതൊക്കെ നമുക്ക് കളിയാക്കി വിടുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എങ്കിലും അദ്ദേഹം അച്ഛൻ എന്ന നിലയിൽ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ആ മകനെ വേണ്ട രീതിയിൽ നോക്കി നടത്തുന്ന നല്ലൊരു അച്ഛൻ. ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ മകനെ കുറ്റം പറയാതെ നിൻ്റെ അച്ഛൻ നിൻ്റെ കൂടെ കാണും. എന്തൊക്കെ മഹാമാരിയും എന്തൊക്കെ വലിയ വേട്ടയാടലുകൾ വന്നാലും അതിനെയൊക്കെ നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കതിനെ മറികടക്കാം. ഈ പറയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ മകനെതിരെയും അല്ലെങ്കിൽ എനിക്കെതിരെയും ഒക്കെ വേട്ടയാടുന്ന ആളുകൾക്ക് കാലം കൊണ്ട് ഞാൻ മറുപടി നൽകുമെന്നുള്ളതാണ് അവിടെ ടിനി ടോം എടുത്തു പറയുന്നത്. അതായത് ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം ഉള്ളൊരു മറുപടിയുമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം ആരോടും ലൈവിൽ പോയിട്ട് തനിക്കെതിരെ വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ പറയാനോ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാനോ ഒന്നും അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മറുപടി അതെന്തായാലും ഞാൻ തരുമെന്നുള്ളത് തന്നെയാണ്. സ്വന്തം മകനെ പറഞ്ഞത് പോരാ, അല്ലെങ്കിൽ ആ സ്വന്തം മകൻ്റെ കുടുംബത്തിനെയും എല്ലാവരെയും പറഞ്ഞതിൻ്റെയൊക്കെ പേരിലായിരിക്കണം അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. എന്നാൽ ഇത് മനസ്സിലാവാത്ത ഒരുപാട് ആളുകളുടെ മെഴുകലുകളാണ് പല വീഡിയോസിലും നമ്മൾ കാണുന്നത്. എന്തോ ഒരു ഇൻറ്റൻഷനിലേ ചെയ്യുന്ന ഒരു വീഡിയോ. അതായത് ടിനി ടോം എന്ന് പറയുന്നൊരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം ഒരു പക്ഷേ. അങ്ങനെ ആയത് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ്, അനിവാര്യമായൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റിൽ അദ്ദേഹം എടുത്തു പറയുന്നതും ആ കാര്യങ്ങളെ തന്നെയാണ്. ആരൊക്കെയാണോ തനിക്കെതിരെ സംസാരിക്കുന്നത്, ആരൊക്കെയാണോ തൻ്റെ മകനെതിരെയും കുടുംബത്തിനെതിരെയും സംസാരിക്കുന്നത്, ഇവരെ എല്ലാവരെയും ഒന്ന് നോട്ടം വെച്ചുകൊണ്ട് തന്നെ ടിനി ടോം അവിടെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ടല്ലേ. അതായത് കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ കൂട്ടുകാരൻ ഏതെങ്കിലും ഒരുത്തൻ തലതെറിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏതോ ഒരു തലതെറിച്ചവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം പിടിച്ചതിൻ്റെ പേരിൽ തൻ്റെ മകനെ കൊടുക്കാനായിട്ട് ശ്രമിച്ച ആ ഒരു ചെയ്ത വികാരത്തിനെ ടിനി ടോം സ്വാഗതം ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരും. ഇതെല്ലാ അച്ഛനും അമ്മയ്ക്കും ഒരു മാതൃകയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ തല്ലിക്കൊല്ലാനോ മക്കളെ കൊണ്ട് വേറെ എവിടെ നിർഗുണ പരിഹാര പാഠശാലയിൽ വിടാനോ ഒക്കെ ശ്രമിക്കുന്നതിന് പകരം അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ എല്ലാ സത്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. അവർക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടും അവർക്ക് നല്ലൊരു റോൾ മോഡലായിട്ടും ഒക്കെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ഒരു വലിയ വിജയം. ഇത് ഞാൻ ടിനി ടോം എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി മാത്രം പറയുന്നതല്ല. ടിനി ടോം എന്ന് പറയുന്നൊരു നല്ലൊരു അച്ഛനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ളൊരു അച്ഛനും മകനും തമ്മിലുള്ളൊരു ബന്ധം അത് തന്നെയാണ് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എവിടെയാണെങ്കിലും അത് ഗുണം ചെയ്യുക. അങ്ങനെ തന്നെ ആയിരിക്കണം പല കാര്യങ്ങളിലും നമ്മളെല്ലാവരും എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ടിനി ടോമിനെ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനുള്ളൊരു മറുപടി ബൈബിൾ വചനവുമായിട്ട് ടിനി ടോം വന്നെങ്കിലും ഈ കാണിച്ചവന്മാർക്കുള്ള, അല്ലെങ്കിൽ ഈ ചെറ്റത്തരം പറഞ്ഞവന്മാർക്കും ചെയ്തവന്മാർക്കും ഉള്ളൊരു മറുപടി എന്തായാലും ഉടനെ തന്നെ ടിനി ടോം തരുന്നുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.